ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 15 ആണ്. ചാപ്റ്റർ 15-ലെ മൾട്ടിവേരിയേറ്റിൻ്റെ ഒരു റെഫറൻസ് വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോക്കൽ ഇക്വലൻസ് ഓഫ് സർഫസസ് ആൻഡ് പാരാമീറ്ററൈസ്ഡ് സർഫസസ്. അതായത് നമ്മൾ 14th ചാപ്റ്ററിൽ നമ്മൾ സെമിനാർ എടുത്തപ്പോൾ കണ്ടു കാണും സർഫസുകൾ എങ്ങനെ പാരാമീറ്ററൈസ് ചെയ്യാം, അല്ലെങ്കിൽ പാരാമീറ്ററൈസ്ഡ് ആൻഡ് സർഫസുകൾ എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്നത് ഏത് സർഫസ് എടുത്തു കഴിഞ്ഞാലും ആ സർഫസിൽ ഒരു പോയിന്റ് പി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് എൻ ഓപ്പൺ സെറ്റ് എബൌട്ട് പി. ഓപ്പൺ സെറ്റ് ഇൻ Rn+1 ഉണ്ടാവും. Rn+1 ഒരു ഓപ്പൺ സെറ്റ് കണ്ടെത്താൻ പറ്റും. ആ ഓപ്പൺ സെറ്റിലെ ഈ പറയുന്ന സർഫസിൻ്റെ പോർഷൻ, ഓക്കെ, എന്ന് വെച്ചാൽ ഓപ്പൺ സെറ്റ് ഡയറക്ഷൻ ഓപ്പൺ സെറ്റ് വി ഇൻ്റർസെക്റ്റ് വിത്ത് സർഫസ്. ഓക്കെ, ആ സർഫസിൻ്റെ ആ ഓപ്പൺ സെറ്റിലെ പോർഷനെ നമുക്ക് പാരാമീറ്ററൈസ്ഡ് ആൻഡ് സർഫസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ലോക്കൽ പാരാമീറ്ററൈസേഷൻ എല്ലാ സർഫസുകൾക്കും പോസിബിൾ ആണ് എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറമാണ്. നമ്മളെല്ലാവരും മൾട്ടിവേരിയേറ്റിൽ നിങ്ങൾ കണ്ടു കാണും. ഇല്ലെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം, വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഓഫ് Rn+1 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം ഫോർ സർഫസസ് ഒക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതിൽ പറയുന്നത് Rn+1-ൻ്റെ ഒരു സബ്സെറ്റിൽ നിന്ന് Rn+1-ലേക്ക് ഒരു ഫംഗ്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ ഫംഗ്ഷൻ നമുക്ക് സബ്സെറ്റ് ഓഫ് u2, ഇതിനെ u എന്ന് വിളിക്കുകയാണെങ്കിൽ u2 Rn+1 ആണ് ഈ ഫംഗ്ഷൻ വിളിക്കുന്ന പേര് സൈ എന്നാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊരു സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കണം. വെറുതെ ഏതെങ്കിലും ഫംഗ്ഷൻ എടുത്താൽ പോരാ, സ്മൂത്ത്നെസ് വേണം. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആയിരിക്കണം, ഏതെങ്കിലും നൈബർഹുഡിൽ അങ്ങനെയുള്ള സ്മൂത്ത്നെസ്, അല്ലെങ്കിൽ ഇത് അതിൻ്റെ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള സ്മൂത്ത്നെസ് ഇതിന് വേണം. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇഫ് യു ഫിക്സ് എ പി ഇൻ യു, ഓക്കെ, യുവിനകത്തൊരു പി ഫിക്സ് ചെയ്യുക, ദെൻ യു ക്യാൻ കൺസിഡർ പി നമ്മൾ യുവിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് ടാൻജൻറ്റ് സ്പേസ് ഉണ്ടാവും, എസ് പി പറയാൻ പറ്റും. എസ് പി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഡി സൈ പി ഡിഫൈൻ ചെയ്യാൻ പറ്റും. സൈ എന്ന് പറയുന്നൊരു Rn+1-ലേക്കുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡി സൈ പി എന്താണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഡി സൈ പി എന്ന് പറയുന്ന ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എസ് പി ടു എസ് പി എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ ഡി സൈ പി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോൺ സിംഗുലർ ആണെങ്കിൽ, ഓക്കെ, ഇതെല്ലാം ഹൈപ്പോത്തീസിസ് ആണ്. നോൺ സിംഗുലർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, 1-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ, ഡി സൈ പി എന്ന് പറയുന്നത് എസ് പി എസ് പിയിലേക്കുള്ള 1-1 ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിൽ, ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ്. ഇതിനകത്ത് നിങ്ങൾക്കൊരു ഓപ്പൺ സെറ്റ് കണ്ടെത്താൻ പറ്റും, അല്ലെങ്കിൽ Rn+1 ഓപ്പൺ സെറ്റ് കണ്ടെത്താൻ പറ്റും. അതിന് വിളിക്കുന്ന പേര് വി എന്നാണ്. ഈ വിയിൽ നിന്ന് ഈ സൈ കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് വി സച്ച് ദാറ്റ് ദ സൈ റെസ്ട്രിക്റ്റഡ് ടു ഇപ്പോൾ സൈനെ നമ്മൾ ഇവിടെ നിന്ന് മാത്രമുള്ള ഫംഗ്ഷനായിട്ട് കാണാം. സൈ റെസ്ട്രിക്റ്റഡ് ടു വി എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, ഈ ഫംഗ്ഷൻ സൈ റെസ്ട്രിക്റ്റഡ് ടു വി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരേ സമയം എന്തായിരിക്കും, 1-1 ആയിരിക്കും, on2 ആയിരിക്കും. ഓക്കെ, on2 എന്ന് പറഞ്ഞാൽ റേഞ്ചിലേക്ക്, ഈ പറയുന്ന ഇതിനെ നമ്മൾ വിളിച്ചിരിക്കുന്ന പേര് സൈ റെസ്ട്രിക്റ്റഡ് ടു വി ഓഫ് ക്യാപിറ്റൽ വി, അല്ലെങ്കിൽ സൈ വിയിലെ ഇമേജ്. ഓക്കെ, ഈ സെറ്റിലേക്ക് എന്തായിരിക്കും ഒരു 1-1 on2 ആയിട്ടുള്ള ഇതിനെ നമുക്ക് W എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലെറ്റ് ഇറ്റ് ബി W. ഓക്കെ, വിന്ന് ഡബ്ല്യൂയിലേക്ക് 1-1 on2 ആയിട്ട് മാപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ, ഇത് സൈ റെസ്ട്രിക്റ്റഡ് ടു വി ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയിട്ടുള്ള സൈ റെസ്ട്രിക്റ്റഡ് ടു വിയുടെ ഇൻവേഴ്സും എന്തായിരിക്കും, സ്മൂത്ത് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം പറയുന്നത്. അതായത് ഒരു പെർട്ടിക്കുലർ പി എന്ന് പറഞ്ഞ പോയിന്റിലെ ജാക്കോബിയൻ നോൺ സിംഗുലർ ആണെങ്കിൽ, അല്ലെങ്കിൽ ജാക്കോബിയൻ മെട്രിക്സിൻ്റെ റാങ്ക് മാക്സിമം പോസിബിൾ റാങ്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ പറയുന്ന ഓപ്പൺ സെറ്റ് വി എക്സിസ്റ്റ് ചെയ്യും. ആ വിയിൽ നിന്ന് ലോക്കലി നമ്മൾ ഈ പറയുന്ന യുവിലെ മൊത്തം കൺസിഡർ ചെയ്യാതെ ലോക്കലി കൺസിഡർ ചെയ്താൽ അവിടെ നിന്നൊരു 1-1 on2 ഫംഗ്ഷനായിട്ട് സൈ റെസ്ട്രിക്റ്റഡ് ടു വി മാറും. കൂടാതെ ഈ പറയുന്ന ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യും, ഇൻവേഴ്സും സ്മൂത്ത് ആയിരിക്കും. ഇതിനാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ സർഫസിൻ്റെ കേസിൽ എന്താണെന്നാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നത് തിയറം 1 ആണ്. തിയറം 1 പറയുന്നതാണ്, ലെറ്റ് എസ് ബി എ എൻ സർഫസ് ഇൻ Rn+1 ആൻഡ് ലെറ്റ് പി ബിലോങ്സ് ടു എസ്. ഒരു സർഫസിലെ ഒരു പോയിന്റ് പി എടുക്കുക, ദെൻ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് വി എബൌട്ട് പി ഇൻ Rn+1 and a parameterized dense surface phi from u to Rn+1 such that phi is 1-to-1 map from u on to v intersection s. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു സർഫസ് ഉണ്ട്,
ഈ സർഫസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ പി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പി എന്ന് പറയുന്ന സർഫസിലെ പോയിന്റ് ആകുമ്പോൾ നമുക്കറിയാം കുറേയധികം പ്രോപ്പർട്ടീസ് ഉണ്ട്. സർഫസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് എഫ് ഇൻവേഴ്സ് സി എന്ന് പറയുന്ന ഒരാൾ വേണം. ഓക്കെ, അല്ലെങ്കിൽ എഫ് വേണം. എഫ് ഈസ് ഫ്രം യു ടു ആർ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് ഈ പറയുന്ന സർഫസ് ഇരിക്കുന്നത് തന്നെ ഒരു യു എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിനകത്തായിരിക്കും. അല്ലെങ്കിൽ എഫ് ഡിഫൈൻ ചെയ്യുന്ന തന്നെ ഒരു ഓപ്പൺ സെറ്റ് യുവിലാണ് Rn+1. Rn+1 ആറിലേക്കുള്ള ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലെവൽ സെറ്റായിട്ട് നമുക്ക് ഇയാളെ ഇതിനെ ട്രീറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഒരു സർഫസ് ഉണ്ട്, ഒരു പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പൺ സെറ്റ് വി. ഇവിടെ നമുക്ക് Rn+1 നമുക്കൊരു ഓപ്പൺ സെറ്റ് കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ വി എന്ന് വിളിക്കുന്നത്. ഈ വി ഇൻറ്റർസെക്ഷൻ എസ് എന്ന് വെച്ചാൽ ഈ സർഫസിൻ്റെ വീനകത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ വീനകത്തുള്ള സർഫസിൻ്റെ പോർഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാരാമീറ്ററൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ദർ എക്സിസ്റ്റ് പാരാമീറ്ററൈസേഷൻ ഫ്രം യു ടു Rn+1. ഓക്കെ, സച്ച് ദാറ്റ് ഈ ഫൈ പാരാമീറ്ററൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞു സർഫസിനൊക്കെ പാരാമീറ്ററൈസേഷൻ പോസിബിൾ ആണ്. പക്ഷേ ഈ പറയുന്ന പാരാമീറ്ററൈസേഷൻ്റെ പ്രത്യേകം എന്താ? ഫൈ മാപ്സ്. ഓക്കെ, ഫൈ എന്ന് പറയുന്നത് യുവിൽ നിന്ന് Rn+1ലേക്കാണ്. പക്ഷേ ഫൈ മാപ്സ് u11 onto u11 onto this is 11 ഇതിനെ ഞാൻ തൽക്കാലത്തേക്ക് യു പ്രൈം എന്ന് വിളിക്കുന്നത്. മൊത്തം എഫ് ഡിഫൈൻ ചെയ്യാൻ ഒരു യു പ്രൈം ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം ഇവിടെ യു എന്ന് വിളിച്ചിരിക്കുന്നത്. ഈ യു എന്ന് പറയുന്നത് എന്താ പറയുക, പാരാമീറ്ററൈസേഷൻ. ഓക്കെ, പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യു ആണ്. ഓക്കെ, ലെറ്റ് എസ് ബി ആൻ എൻ സർഫസ് ഇൻ Rn+1. ഇപ്പോൾ ഇവിടെ ഈ പറയുന്ന യു എന്ന് പറയുന്ന ഫൈയുടെ ഡൊമെയിനാണ്. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കണം. പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന യു എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് Rn ആയിരിക്കും. എൻ സർഫസ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. 2 സർഫസ് 3 സർഫസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കറസ്പോണ്ടിങ് R2 Rnൻ്റെ സബ്സെറ്റിൽ നിന്ന് വരുന്നതായിരിക്കും. ഈ യു അല്ല, നമ്മളിവിടെ എഫ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന യു എന്ന് പറയുന്നത് വേറൊരു ഓപ്പൺ സെറ്റാണ് കേട്ടോ. ദർ എക്സിസ്റ്റ് എ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് എന്ന് പറയുന്നത് യു ന്ന് Rn+1 അല്ലെങ്കിൽ യുവിൽ നിന്ന് എക്സാക്ട്ലി പറഞ്ഞാൽ യുവിൽ നിന്ന് 11 onto ആയിട്ട് എങ്ങോട്ടുണ്ടാവും? എസ് ഇൻറ്റർസെക്ഷൻ വി എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷെയ്ഡഡ് പോർഷനിലേക്ക് Rn നിന്ന്. അപ്പോൾ Rn എന്ന് പറയുന്നത് യുവിൻ്റെ എന്താ പറയുക സൂപ്പർ സെറ്റാണ്. യു എന്ന് പറയുന്നത് Rnലാണ് ഇരിക്കുന്നത്. ഇതൊരു യു ഉണ്ടാവും. ഇതിൽ ഈ പറയുന്ന യുവിൽ നിന്ന് ഇങ്ങോട്ടൊരു 11 onto ആയിട്ട് ഒരു ഫൈ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ സർഫസിനെയും ലോക്കലി നമുക്ക് പാരാമീറ്ററൈസേഷൻ പോസിബിൾ ആണ്. വെറും പാരാമീറ്ററൈസേഷൻ അല്ല, 1-to-1 ആയിട്ടുള്ള പാരാമീറ്ററൈസേഷൻ തന്നെ പോസിബിൾ ആണെന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നോക്കാം. പ്രൂഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സർഫസിൻ്റെ ഡെഫിനേഷനാണ്. എസ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് സി ആയിരിക്കും. ഈ എഫ് എന്ന് പറയുന്ന ഒരു യുവിൽ നിന്ന്, ഇവിടെ യു പ്രൈം ആണ് ഞാൻ നേരത്തെ ചെയ്തത്, U1 ആക്കിയിട്ടുണ്ട്. ടെക്സ്റ്റിൽ U1 എന്നാണ് കിടക്കുന്നത് എഫ് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷന്. സോ ദിസ് ഇസ് U1. സോ എഫ് ഫ്രം U1 വിച്ച് ഇസ് സബ്സെറ്റ് ഓഫ് Rn+1. Rn+1ൻ്റെ സബ്സെറ്റിൽ നിന്നാണ് സർഫസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. ഇതൊരു സർഫസ് ആകുമ്പോൾ തന്നെ നമുക്ക് റെഗുലാരിറ്റി അല്ലെങ്കിൽ del f of q not equal to 0 for all q belongs to S. ഈ പ്രോപ്പർട്ടിയുള്ള ആൾക്കാരെയാണ് നമ്മൾ സർഫസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സർഫസ് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ ഇത് സി ഒബ്വിയസ്ലി ഇത് സി ഈസ് എൻ എലമെൻറ്റ് ഓഫ് ആർ, റിയൽ നമ്പറാണ്. കാരണം എഫ് എന്ന് പറയുന്ന ആറിലേക്കുള്ള ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ തന്നെ നമുക്ക് സർഫസിൻ്റെ ഡെഫിനിഷൻ ഓക്കെയാണ്. ആ സർഫസിൻ്റെ ഡെഫിനിഷൻ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? del f q not equal to 0 എന്നാണ്. ഏത് ക്യൂ നിങ്ങൾ ചൂസ് ചെയ്താലും del f q എന്ന് പറയുന്നത് എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ഈ പി എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലും അല്ലെങ്കിൽ പി ബിലോങ്സ് ടു എസ് ആയതുകൊണ്ട് ദിസ് ഇംപ്ലൈസ് ബൈ ഡെഫിനിഷൻ ഓർ റെഗുലാരിറ്റി വി ഹാവ് del f of p എന്ന് പറയുന്നതായിരിക്കും നോട്ട് ഈക്വൽ 0 ആയിരിക്കും. അപ്പോൾ del f of p നോട്ട് ഈക്വൽ 0 എന്ന് പറയുന്നത് എന്താ? ഡോ എഫ് ബൈ ഡോ x1 എക്സെട്ര ഡോ എഫ് ബൈ ഡോ xn+1 എന്ന് പറയുന്ന ഈ വെക്റ്റർ പാർട്ട് എന്താണ്? നോട്ട് ഈക്വൽ 0 ആണ്. ഇത് നോട്ട് ഈക്വൽ 0 എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് എന്തായിരിക്കും? നോട്ട് ഈക്വൽ 0 ആയിരിക്കും. ഓക്കെ, പി ഒഴികെയുള്ള ഏതൊരു കമ്പോണൻറ്റ് നോട്ട് ഈക്വൽ 0 ആയിരിക്കും. സോ ദെൻ ദർ എക്സിസ്റ്റ് I belongs to, okay, then there exists I belongs to set 1, 2, 3 etc. n+1. ഈ n+1 വരെയുള്ള സഫിക്സസിൽ ഒരെണ്ണം എന്തായിരിക്കും? നോട്ട് ഈക്വൽ, അല്ലെങ്കിൽ ഒരു പോസിബിൾ ഡോ എഫ് ബൈ ഡോ എക്സ് ഐ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഐ ഏത് ഐക്കാണോ നോട്ട് ഈക്വൽ ടു 0 അറ്റ് പി ആണോ? ഇതെല്ലാം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അറ്റ് പി. ഏത് ഐക്കാണോ ഇത് നോട്ട് ഈക്വൽ 0 ആവുന്നത് ആ കമ്പോണൻറ്റ് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒരു
എന്താ പറയുക ഐ എന്നുള്ളത് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും ഡെൽ എഫ് ബി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട്. യൂസിങ് ദിസ് ഐ വി ഡിഫൈൻ എ മാപ്പ് സൈ. ഓക്കെ, ഈ സൈ ഉപയോഗിച്ച് ഈ പറയുന്ന ഐ ഉപയോഗിച്ച് നമ്മൾ സൈ എന്ന് പറയുന്ന ഒരു മാപ്പ് നമ്മൾ ഡിഫൈൻ ചെയ്യും. ഇത് നമ്മുടെ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം അപ്ലൈ ചെയ്യാനുള്ള സൈ ആണ്. നേരത്തെ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം പറഞ്ഞത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സൈ ഡിഫൈൻ ചെയ്യുന്നത് എവിടെ നിന്നാണ്? U1 നിന്നാണ്. ഓക്കെ, നമ്മൾ നേരത്തെ എഫിൻ്റെ ഡൊമൈനായിട്ടുള്ള U1 നിന്ന് തന്നെ ഈ സൈ എവിടേക്ക് ഡിഫൈൻ ചെയ്യും? U1 to Rn+1. ഓക്കെ, സോ സൈ ഈസ് ഫ്രം U1 to Rn+1. അപ്പോൾ ഒബ്വിയസ്ലി U1 is a subset of Rn+1 ഓൾറെഡി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. യു ഡിഫൈൻ ദിസ് ഫംഗ്ഷൻ ആസ് സൈ ഓഫ് x1 x2 etc xn+1 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എല്ലാ കമ്പോണൻറ്റും അല്ലെങ്കിൽ x1 x2 എല്ലാ കമ്പോണൻറ്റും എന്താണ് സെയിം ആയിട്ട് ഫിക്സ് ചെയ്യും എക്സെപ്റ്റ് ith കമ്പോണൻറ്റ് xi-1 വരെ സെയിം ആണ്. പക്ഷേ ith കമ്പോണൻറ്റ് എന്ന് പറയുന്നത് മാത്രം നമ്മൾ മാറ്റും. ബാക്കി എല്ലാം സെയിം തന്നെ. xi+1 സെയിം തന്നെ, എല്ലാം സെയിം തന്നെ, xn+1 വരെ സെയിം ആണ്. പക്ഷേ ith കമ്പോണൻറ്റ് എന്താണ് ഞാൻ എഴുതുന്നത്? f ഓഫ് x1 etc xn+1. അവിടെ മാത്രം f ഓഫ് x1 x2 etc xn+1 വരും. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താണ്? നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് സർഫസിൽ നിന്നാണ് എടുക്കണമെങ്കിൽ ഓക്കെ ഈ വാല്യൂ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? സി എന്ന് എഴുതാൻ പറ്റും. കാരണം സർഫസിലെ എല്ലാ പോയിന്റ്സിനും എന്താണ് സി ആണിത് ഈ എഫ് എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ അല്ലെങ്കിൽ എഫ് ഓഫ് x1 x2 xn+1 എന്ന് പറയുന്നത് സി ആണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ദി സർഫസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കോൺസിക്വൻസ് സൈ മാപ്സ് ലെവൽ സെറ്റ്സ് ഓഫ് എഫ് ഇൻ ടു ഹൈപ്പർ പ്ലെയിൻസ് xi ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. That is if you consider the level sets of f. Okay, so you consider level sets of f. എന്താണ് level sets of f? F inverse k. Okay, level sets of f എന്ന് പറയുന്നത് ഇതാണ്, f inverse k കളാണ്. ഈ f inverse k കളുടെ ഇമേജ് എന്തായിരിക്കും? f inverse k എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ x1 etc xn+1 such that f of this quantity x1 etc xn+1 is equal to k. ഇതിൻ്റെ ഇമേജ് അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് കെകളുടെ പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇമേജ് എന്തായിരിക്കും? അണ്ടർ സൈ ഓഫ് x1 etc xn+1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇതിൻ്റെ ഇമേജ് ആയിരിക്കും. ഇവിടെയുള്ള ഒരാളുടെ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് സൈ ഓഫ് x1 x2 etc xn+1 is again x1. ith കമ്പോണൻറ്റ് മാത്രം എന്ത് വരും? എഫ് ഓഫ് അത് കെ ആണ്. കാരണം എഫ് ഇൻവേഴ്സ് കെയിലെ മെമ്പർ ആണെങ്കിൽ ഈ വാല്യൂ മാത്രം കെ ആണ്. ബാക്കി എല്ലാം എന്തായിരിക്കും? xi+1 etc xn+1 വരും. എന്ന് വെച്ചാൽ അതാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. ഇവിടെയുള്ള ലെവൽ സെറ്റ് ഓഫ് എഫുകൾ കൺസിഡർ ചെയ്താൽ ആ ലെവൽ സെറ്റിനെല്ലാം ഇത് എങ്ങോട്ട് മാപ്പ് ചെയ്യണേ? ഹൈപ്പർ പ്ലെയിനിലേക്കാണ്. ഓക്കെ, ഇതൊരു ഹൈപ്പർ പ്ലെയിൻ ആണ്. ഇത് ഹൈപ്പർ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സൈഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ ഇൻ പർട്ടിക്കുലർ ഇപ്പോൾ നമ്മളിവിടെ കെക്ക് പകരം സി ആണ് എടുക്കണമെങ്കിൽ ആ സിനെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ആ എഫ് ഇൻവേഴ്സ് സിനെ എങ്ങോട്ട്? എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സർഫസ് ആണ്. ഈ പറയുന്ന സൈ നമ്മുടെ സർഫസിനെ ഇപ്പോൾ എങ്ങോട്ട് മാപ്പ് ചെയ്യുക? സൈ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സൈ ഓഫ് എസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പർ പ്ലെയിൻ ആയിരിക്കും. സെറ്റ് ഓഫ് ഓൾ x1 etc അല്ലെങ്കിൽ എസ്സിലെ പോയിന്റാണ് എടുക്കണമെങ്കിൽ ith കമ്പോണൻറ്റ് സി ആയിരിക്കും. ബാക്കി എല്ലാം അതേപോലെ ട്രീറ്റ് ചെയ്യും. ഈ സെറ്റായിരിക്കും നമ്മുടെ എന്തായിട്ട് വരുന്നത്? സൈ ഓഫ് എസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞതിൻ്റെ മീനിങ്. എല്ലാ ലെവൽ സെറ്റുകളെയും എങ്ങോട്ട് മാപ്പ് ചെയ്യുക? ഓരോ ഹൈപ്പർ പ്ലെയിനിലേക്ക് ഈ സൈ മാപ്പ് ചെയ്യുന്നുള്ളതാണ് ഈ സൈയുടെ പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ പറഞ്ഞ് ഈ സൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ സൈയുടെ ജാക്കോബിയൻ എഴുതണം. ഓക്കെ, അപ്പോൾ ജാക്കോബിയൻ മെട്രിക്സ് എങ്ങനെ എഴുതുക? ഡി സൈ പി അല്ലെങ്കിൽ ജാക്കോബിയൻ മെട്രിക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജെ സൈ ഓഫ് പി എന്നാണ്. പിയിലുള്ള ജാക്കോബിയൻ മെട്രിക്സ്. ആ മെട്രിക്സ് എങ്ങനെ വരിക? ബൈ ഡെഫിനിഷൻ ഇപ്പോൾ ഈ സൈ എന്ന് പറയുന്നതിന് n+1 കമ്പോണൻസ് ഉണ്ടെങ്കിൽ സൈ 1 ഡോ xi ഡോ സൈ 1 ഡോ x2 etc. sorry this is not comma etc. the final one dou psi 1 dou xn+1. ഓക്കെ, ഇതേപോലെ അടുത്തത് ഡോ സൈ 2 രണ്ടാമത്തെ കമ്പോണൻറ്റ്. ഓക്കെ, രണ്ടാമത്തെ കമ്പോണൻറ്റ് എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കി അറിയാം. സൈ ഓഫ് x1 x2 xn+1 എന്താണ്? x1. അപ്പോൾ ഇതാണ് സൈ 1 ഓഫ്. ഓക്കെ, ഇതാണ് സൈ 2 etc. അങ്ങനെയാണ് പോകുന്നത്. ഇതാണ് ഓരോ കമ്പോണൻറ്റ്സ്. ഓക്കെ, സൈ 1 സൈ 2 സൈ n+1 വരെയുള്ള കമ്പോണൻറ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് കമ്പോണൻറ്റിൻ്റെ
derivative with respect to first independent variable, dou psi 2 by dou x2, x so on. Okay, finally we have dou psi n plus 1 of derivative of this with respect to 1 first, dou x1 first, then etc. the last one dou psi n plus 1 with respect to dou xn plus 1. ഇതാണ് ജാക്കോബിയൻ മെട്രിക്സ് വരിക. ഈ ജാക്കോബിയൻ മെട്രിക്സിന് പ്രത്യേകത എന്താ? ഫസ്റ്റ് ഡോ psi 1 ബൈ ഡോ x1, അതായത് ഇതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് വിത്ത് റെസ്പെക്ട് ടു അത് x1 ആണ്, x1 വിത്ത് റെസ്പെക്ട് x1 ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, അപ്പോൾ എന്തൊരു 1 വരും. ഇനി ബാക്കി ഈ പറഞ്ഞ x1നെ x2 കൊണ്ട് x3 കൊണ്ട് ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്, ബാക്കി എല്ലാം എന്തായി പോകും? 0 ആയി പോകും. അതേപോലെ രണ്ടാമത്തെ കമ്പോണൻറ്റ് എടുക്കുക, അതിൽ ഫസ്റ്റ് x1 വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആണ്, x2 വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 വരും, ബാക്കിയെല്ലാം എന്താ വരും? 0 വരും. ഇനി ith നോക്കിക്കഴിഞ്ഞാൽ എന്ത് വരും? ith നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ പറയുന്ന ഡോ psi 1 ഓരോ ആൾക്കാരെയും ഇവിടെ ശരിക്കും ഇത് വരുന്നത് എഫ് ഓഫ് x1 x2 എക്സെട്ര xn plus 1 ആണ്. നമ്മൾ ലെവൽ സെറ്റ് എടുക്കുമ്പോഴാണ് ഇവിടെ k എഴുതുക. ജനറലി ബൈ ദ ഡെഫിനിഷൻ ഓഫ് psi വി ഹാവ് psi ഓഫ് x1 എക്സെട്ര xn plus 1 is equal to x1 എക്സെട്ര f of x1 എക്സെട്ര xn plus 1 എക്സെട്ര xn, ഇതാണ് xn plus 1, ഇതാണ് സൈയുടെ ഡെഫിനിഷൻ. അപ്പോൾ അത് ലെവൽ സെറ്റ് എടുക്കുകയാണെങ്കിലാണ് നമ്മളിവിടെ k എഴുതുന്നത്. ഓക്കെ, അതിന് kക്ക് പകരം ജനറലി ഇവിടെ എന്തായിരിക്കും? എഫ് ഓഫ് x1 x2 എക്സെട്ര xn plus 1 ആയിരിക്കും. അപ്പോൾ ith കമ്പോണൻറ്റ് എടുക്കുന്ന സമയത്ത് എഫ് ആണ് ith കമ്പോണൻറ്റ്. അപ്പോൾ ഇതിനെ ഈ ഡോ എഫ് ബൈ ഫസ്റ്റ് എഫിനെ ഡോ x1 വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ith കോളത്തിൽ വരുമ്പോൾ ഡോ എഫ് ബൈ ഡോ xi വരും. ith റോയുടെ ith കോളത്തിലെ മെമ്പറാണ് എഴുതുന്നത് കേട്ടോ. എക്സെട്ര ഡോ എഫ് ബൈ ഡോ xn plus 1 വരും. ഓക്കെ, ഇതാണ് ith റോ വരിക. കാരണം ith റോയിൽ എഫ് ആണ് എടുക്കുന്നത്. അവസാനം ഇവിടെ 0 0 0 എക്സെട്ര 1 വരും. അങ്ങനെയാണ് ഈ ജാക്കോബിയൻ വരിക. ഈ ജാക്കോബിയൻ്റെ പ്രത്യേകത സൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച്, ഇതാണ് നമ്മുടെ സൈയുടെ ഡെഫിനിഷൻ. സൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ജാക്കോബിയൻ മെട്രിക്സ് ഇങ്ങനെ വരും. അപ്പോൾ നമ്മളോട് എന്താ പറയുക, സൈ ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ith കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഡോ എഫ് ബൈ ഡോ xi നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതെന്തായാലും എന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്തായിരിക്കും വരിക? 1 × 1 × 1 × എക്സെട്ര ഡോ എഫ് ബൈ ഡോ xi വരും. അപ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ജാക്കോബിയൻ മെട്രിക്സ്, ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് ജാക്കോബിയൻ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് ജെ സൈ, ഡിറ്റർമിനൻ്റ് ഓഫ് ജെ സൈ ഓഫ് പി എന്ന് പറയുന്നത് എന്താ വരിക? ഡോ എഫ് ബൈ ഡോ xi ആണ് അറ്റ് പി. ഇതെന്താണ്? നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റി നമ്മളൊരു സൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ Rn plus 1 Rn plus 1ലേക്ക് ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ജാക്കോബിയൻ നോൺ സിംഗുലർ ആണ് അറ്റ് പി. അപ്പോൾ നമുക്ക് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം പറയുന്നത് എന്താണ്? ദർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദർ എക്സിസ്റ്റ് ഓപ്പൺ സെറ്റ് V1. ആ V1ൽ നിന്ന് ദിസ് ഇസ് കണ്ടെയ്ൻഡ് ഇൻ U1 കേട്ടോ. സൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് U1ലാണ്. അപ്പോൾ കണ്ടെയ്ൻഡ് ഇൻ U1 about P, there exists open set. Okay, V1 about P. Okay, about P such that ആ V1ൽ നിന്ന് ഈ സൈ കൺസിഡർ ചെയ്യുമ്പോൾ സൈ ഫ്രം V1 ടു ഈ ഒരു V1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നിട്ട് ഒരു ഓപ്പൺ സെറ്റ് അപ്പുറത്തുണ്ടാവും. അല്ലെങ്കിൽ സൈ മാപ്സ് V1 1 1 and on to along with psi inverse. Okay, along with psi inverse to another open set W1. Okay, W1 about, this is about psi of P. ഇമേജ് പിയുടെ ഇമേജിൽ ഒരു ഓപ്പൺ സെറ്റ് ഉണ്ടാവും, അതിലേക്ക് 1 1 ആയിട്ട് മാപ്പ് ചെയ്യും. സൈ അതിൻ്റെ പ്രത്യേകത സൈ ഇൻവേഴ്സ് എന്ന് പറയുന്നത് W1ൽ നിന്ന് എങ്ങോട്ടായിരിക്കും? V1ലേക്ക് ഒരു സ്മൂത്ത് ഫംഗ്ഷൻ ആയിരിക്കും. അതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു W1 നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പാർട്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന, അപ്പോൾ ഇപ്പോഴും നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളൂ? ഓപ്പൺ സെറ്റ് V1 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് ഇതിന് പാരാമീറ്ററൈസേഷൻ ഉണ്ടെന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിന് പാരാമീറ്ററൈസേഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ പാരാമീറ്ററൈസേഷൻ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ റിക്വയർഡ് കാൻഡിഡേറ്റ്, പാരാമീറ്ററൈസേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ് ഓപ്പൺ സെറ്റ് ആയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ നമ്മളൊരു V1 ഉം W1 ആയുള്ളൂ. നൗ വി ഡിഫൈൻ ഓപ്പൺ സെറ്റ് W. ഓക്കെ, അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ഒരു ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് W ആണ്. ആ W നമ്മൾ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് നമുക്ക് വേണമെങ്കിൽ റെക്റ്റാങ്കുലർ ഓപ്പൺ സെറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഓരോ ജെയും നമ്മൾ അല്ലെങ്കിൽ ഓരോ സഫിക്സും J = 1 2 3 10 + 1 സഫിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റേഡിയസ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു ലെങ്ത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്.
ഓക്കെ, എന്ന് വെച്ചാൽ ഫോർ ഈച്ച് ജെ ബിലോങ്സ് ടു 1 2 3 എക്സെട്ര n+1 യു ഡിഫൈൻ എ ഐ അല്ലെങ്കിൽ എ ജെ ബി ജെ, ജെ ബിലോങ്സ് ടു ദിസ്. അപ്പോൾ ഈ എ ജെ ബി ജെസ് നമ്മൾ എന്തിനാണ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോ സഫിക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എ ജെ ബി ജെ ചൂസ് ചെയ്യണം. കാരണം നമ്മൾ ഇത് ഉപയോഗിച്ചൊരു പുതിയൊരു ഓപ്പൺ റെക്റ്റാങ്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പൺ റെക്റ്റാങ്കിൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഈ ഓപ്പൺ റെക്റ്റാങ്കിൾ ഡിഫൈൻ ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പോയിൻറ്റ്സ് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ x1 x2 എക്സെട്ര xn+1 സച്ച് ദാറ്റ് aj ലെസ് ദാൻ xj, aj ലെസ് ദാൻ xj ലെസ് ദാൻ bj ഫോർ ഓൾ j. ഓക്കെ, അതായത് ഇതെന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ R2 പറയുകയാണെങ്കിൽ ഇതൊരു xj എന്ന് പറയുന്നത് aj, x1 എന്ന് പറയുന്നത് a1 b1 ഇടയ്ക്ക്, ഇവിടെ ഒരു ഈ പറയുന്ന എക്സിലൊരു a2 b2 എടുക്കുക, a2 this is b2, then this describes this rectangle. ഈ റെക്റ്റാങ്കിൾ ആയിരിക്കും. അപ്പോൾ n+1 വരുമ്പോൾ അതിനനുസരിച്ച് അങ്ങനെ R3യിലാണെങ്കിൽ ക്യൂബ് ആയിരിക്കും. ഇൻ ജനറൽ നമുക്ക് ഇതിനൊരു റെക്റ്റാങ്കുലർ ഓപ്പൺ സെറ്റ് അല്ലെങ്കിൽ ഓപ്പൺ റെക്റ്റാങ്കിൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ പറയുന്ന W എന്ന് പറയുന്നത്. ഇതൊരു സബ്സെറ്റ് ഓഫ്, ഓക്കെ, നമ്മളിത് ചൂസ് ചെയ്യുമ്പോൾ വെറുതെ ചൂസ് ചെയ്യുന്നതല്ല. ദിസ് W ഈസ് എ സബ്സെറ്റ് ഓഫ് W1. Okay, so this has been chosen inside this W1 അകത്ത് about psi of p. psi of p എന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്കുമാണ് ഈ പറയുന്ന ഇൻ്റർവൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് ചൂസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റാണ് അല്ലെങ്കിൽ ഓപ്പൺ റെക്റ്റാങ്കിളാണ് ഈ പറയുന്ന W എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇഫക്റ്റിൽ നമ്മൾ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ നമുക്കൊരു U1 ഉണ്ടായിരുന്നു. മൊത്തത്തിൽ U1-നകത്താണ് നമ്മൾ ഈ പറഞ്ഞ സർഫസ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ സർഫസ് എന്ന് പറയുന്നത് U1-നകത്തുള്ള ഒരാളാണ്. ഇവിടെ ഒരു P ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ U1-ൽ നിന്ന് തന്നെ നമ്മളൊരു സൈ ഡിഫൈൻ ചെയ്തു. നമ്മൾ ഡിഫൈൻ ചെയ്ത സൈ എന്ന് പറയുന്നത് ഇവിടെ നമ്മളൊരു ഓപ്പൺ സെറ്റ്, ഇപ്പോൾ ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ നമുക്കൊരു ഓപ്പൺ സെറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ V1 എന്ന് വിളിച്ചിരുന്നു. ഈ V1-നെ എങ്ങോട്ട് മാപ്പ് ചെയ്യും? W1-ലേക്ക്. ഇവിടെ W1-ലേക്ക് ഇത് W1 ആണ്. ദിസ് ഇസ് അവർ W1. സൈ ഓഫ് P എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് W കണ്ടെത്താൻ പറ്റും. ഈ V1 എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിനെ മൊത്തത്തിൽ W1-ലേക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു 1 1 on 2, അല്ലെങ്കിൽ സൈ എന്ന് പറയുന്നത് V1 നിന്ന് W1-ലേക്ക് ഒരു 1 1 on 2 ആയിരിക്കും. അതിന് ഇൻവേഴ്സ് ഒക്കെ ഉണ്ടാവും. ഇനി നമ്മളിവിടെ ഈ W ഡിഫൈൻ ചെയ്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എവിടെയാണ്? ഈ പറയുന്ന W-ൽ എബൌട്ട് സൈ ഓഫ് P ആണ്. ഓക്കെ, ഇവിടെയാണ്. ഇതാണ് നമ്മുടെ W. ഇതിനകത്തൊരു ഉറപ്പായിട്ട് W1 ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ഇങ്ങനൊരു ഓപ്പൺ സെറ്റ് W നമുക്ക് ഇതിനകത്ത് ഏത് പോയിന്റ് എടുത്താലും അതിനകത്ത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ V ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമുക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ് V എന്ന് പറയുന്നത് എന്താണ്? ഈ ഓപ്പൺ സെറ്റിൻ്റെ W എന്ന് പറയുന്ന ഓപ്പൺ സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ്. ഓക്കെ, അല്ലെങ്കിൽ സൈ റെസ്ട്രിക്റ്റഡ് ടു V1. നമുക്കറിയാം ഈ മാപ്പ് 1 1 on 2 ഒക്കെയാണ്. സോ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ദിസ് W1, ദിസ് W. ഓക്കെ, ഈ W എന്ന് പറയുന്ന ആളുടെ ഇപ്പോൾ ഈ സൈ റെസ്ട്രിക്റ്റഡ് ടു V1 ആയിട്ടുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓഫ് ദിസ് W അണ്ടർ ദിസ് ഫംഗ്ഷൻ. ഇത് കണ്ടിന്യൂസും സ്മൂത്ത് ഒക്കെ ആയതുകൊണ്ട് ഇതെന്തായിരിക്കും? ഓപ്പൺ സെറ്റ് ഇൻ V1 എന്ന് പറയാം. ഇത് V1-നകത്തുള്ള ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ്, ഈ ഓപ്പൺ സെറ്റാണ് നമുക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്. ഓക്കെ, അല്ലെങ്കിൽ V എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഓപ്പൺ സെറ്റ് ആയിരിക്കും. ഈ ഓപ്പൺ സെറ്റിൽ നിന്ന് നമ്മൾ സൈ ഡിഫൈൻ ചെയ്താൽ അല്ലെങ്കിൽ V ഇൻ്റർസെക്ഷൻ, അല്ലെങ്കിൽ ഇവിടേക്കാണ് ഈ പറയുന്ന ഈ W എന്ന് പറയുന്ന ആളുടെ ഇൻവേഴ്സ് ഇമേജ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അത് ഇവിടെയുള്ള ഒരു ഇതാണ് നമ്മുടെ V. ഓക്കെ, അപ്പോൾ V ഇൻ്റർസെക്ഷൻ S എന്ന് പറയുന്ന പോർഷൻ, അല്ലെങ്കിൽ വിയിലുള്ള എസിൻ്റെ പോർഷനിലേക്ക് നമുക്കൊരു പാരാമീറ്ററൈസേഷൻ RN നിന്ന്, ഇതാണ് RN നിന്ന് നമുക്കൊരു പാരാമീറ്ററൈസേഷൻ ഇങ്ങോട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊരു U ഡിഫൈൻ ചെയ്യാൻ പോവാണ് ഇവിടെ ഈ RN-ൽ. ഓക്കെ, RN-ൽ U ഡിഫൈൻ ചെയ്യും. ആ U എന്ന് പറയുന്നത് ആ U-ൽ നിന്ന് നമുക്കൊരു പാരാമീറ്ററൈസേഷൻ ഫൈ. ഓക്കെ, ഈ U-ൽ നിന്ന് ഒരു പാരാമീറ്ററൈസേഷൻ ഫൈ എവിടേക്ക് കിട്ടും? V ഇൻ്റർസെക്ഷൻ S എന്ന് പറയുന്ന ഈ ഷെയ്ഡ് പോർഷനിലേക്ക് കിട്ടും. അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്ത ഡിഫൈൻ ചെയ്യേണ്ടത് എന്താണ്?
നമുക്കൊരു യു വേണം. ഓക്കെ, ആ യു ആണ് അടുത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. യു ഡിഫൈൻ ചെയ്യുന്നത് യു ഇസ് ഈക്വൽ ടു യു ഇസ് ഈക്വൽ യു എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. യു ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ u1 u2 എക്സെട്ര un. ഇത് Rnൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് നമുക്ക് എത്ര കമ്പോണൻറ്റേ ഉണ്ടാവുള്ളൂ? n കമ്പോണൻസ്, n കോർഡിനേറ്റ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, ദിസ് ബിലോങ്സ് ടു Rn സച്ച് ദാറ്റ് നമുക്ക് പാരാമീറ്ററൈസ്ഡ് n സർഫസിന് വേണ്ട ഡൊമൈനാണ്. ഓക്കെ, ഇത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? aj ലെസ് ദാൻ uj which is less than bj for all j less than I. Okay, and aj plus 1 less than uj less than bj plus 1 for all j greater than I, or equal to I. ഇതാണ് നമ്മളുടെ ഡൊമെയിൻ യു. ഓക്കെ, യു എന്ന് പറയുന്ന പാരാമീറ്ററൈസേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന നമ്മളുടെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന യു ആണ്. ഓക്കെ, അപ്പോൾ ഇത് യു ഓപ്പൺ ആണെന്നുള്ളത് വെരി ഡെഫിനിഷനിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. വെരി ഡെഫിനിഷൻ തന്നെ യു എന്ന് പറയുന്നൊരു ഓപ്പൺ സെറ്റ് ആയിരിക്കും. അതിന് കാരണമുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണെങ്കിൽ ഇതിൽ നമ്മളിവിടെ n+1 കമ്പോണൻസ് ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ n+1 AJ/BJ കളുണ്ട്. A1 B1 A2 B2 അങ്ങനെ n+1 ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ഉപയോഗിച്ചാണ്, അതായത് j = 1 2 3 എക്സെട്ര I വരെ ആകുമ്പോൾ അല്ലെങ്കിൽ AI വരെ A1 A2 എക്സെട്ര AI വരെ ഉപയോഗിച്ച് നമ്മൾ ഇയാൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി അതായത് I ലെസ് ദാൻ, അതായത് j varies from 1 2 3 എക്സെട്ര നമുക്ക് പറയാൻ പറ്റുന്നത് I-1 വരെ, I എടുത്തിട്ടില്ല, I-1 വരെ. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് A1 A2 എക്സെട്ര AI-1. ഓക്കെ, ഇനി നമ്മൾ UI തുടങ്ങി. ഓക്കെ, അതായത് ഇതിനെ നമുക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ യു ക്യാൻ റൈറ്റ് A1 ലെസ് ദാൻ U1 ലെസ് ദാൻ B1 എക്സെട്ര AI-1 ലെസ് ദാൻ UI-1 ലെസ് ദാൻ BI-1. ഇനി UI-ക്ക് ഞാൻ ഉപയോഗിക്കുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് AI അല്ല, പകരം എന്താണ്? AI+1 ആണ്. എന്ന് വെച്ചാൽ AI-യും BI-യും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നർത്ഥം. ഓക്കെ, എക്സെട്ര n+1 ലെസ് ദാൻ UN ലെസ് ദാൻ BN+1. അപ്പോൾ നമ്മൾ AI BI എന്ന് പറയുന്ന കമ്പോണൻസ് യൂസ് ചെയ്തിട്ടില്ല, ബാക്കിയെല്ലാം യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന. അപ്പോൾ അറിയാലോ, AJ BJ എന്ന് പറയുന്നത് n+1 ഉണ്ട്. ഇവിടെ U1 U2 UN ആണെങ്കിൽ എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരാൾ ഒഴിവാക്കേണ്ടി വരും ഇത് ഡിഫൈൻ ചെയ്യാൻ. അത് ഒഴിവാക്കിയിരിക്കുന്ന ആളാരാണ്? ഈ പറയുന്ന AI BI എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഫൈ ഡിഫൈൻ ചെയ്യുക? പാരാമീറ്ററൈസേഷൻ എന്താണ്? സോ ദിസ് ഇസ് അവർ യു. ഇതാണ് നമ്മുടെ യു. ഈ യുവിൽ നിന്ന് ഫൈ ഡിഫൈൻ ചെയ്യണം. സോ ഡിഫൈൻ ഫൈ ഓഫ് U1 എക്സെട്ര UN. ഓക്കെ, ഇതിൻ്റെ ഇമേജ് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി psi restricted to V inverse of. ഓക്കെ, psi restricted to V inverse of. ഇത് എവിടേക്കാണ്? psi restricted to V inverse എവിടെ നിന്ന് എവിടേക്കാണ്? W-ൽ നിന്ന്. ഓക്കെ, W-ൽ നിന്ന് ഈ പറയുന്ന psi inverse of നമ്മുടെ വിയിലേക്കുള്ള ഫംഗ്ഷനാണ് psi restricted to V. ഈ psi restricted to V inverse of some U1 U2 എക്സെട്ര UI-1 I-1 ഒരു C, പിന്നെ UI+1 തുടങ്ങി UI+1 എക്സെട്ര UI എക്സെട്ര ദിസ് ഇസ് UI+1 എക്സെട്ര UN. അപ്പോൾ ഇതിൽ n+1 കമ്പോണൻസ് ഉണ്ടാവും. n+1 കമ്പോണൻസ് ഉണ്ട്, കാരണം n കമ്പോണൻസേ നമ്മുടെ ഡൊമൈനിലുള്ളൂ. ഇവിടെ n+1 കമ്പോണൻസ് ഉണ്ടാവും, കാരണം നമ്മളൊരു C ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ UI-1-ഉം UI-ക്കും ഇൻ ബിറ്റ്വീൻ നമ്മളൊരു C ഇൻസേർട്ട് ചെയ്തു, ith കമ്പോണൻ്റ് ആയിട്ട്. അപ്പോൾ ഇതിൽ n+1 കമ്പോണൻസ് ഉണ്ടാവും. U1 വരെ n കമ്പോണൻസ് ഉണ്ട്, ഒരു സിയും കൂടെ ആകുമ്പോൾ n+1 കമ്പോണൻസ് ഉണ്ടാവും. ഈ n+1 കമ്പോണൻസിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ ദിസ് psi restricted to V. psi restricted to V എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു പോയിന്റിൻ്റെ അല്ലെങ്കിൽ ഇതിനകത്തുള്ള പോയിന്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ്. ഓക്കെ, അത് ഉറപ്പായിട്ട് എവിടെ ഉണ്ടാവും? ഈ പറയുന്ന നമ്മുടെ ഡൊമൈനിൽ അല്ലെങ്കിൽ V എന്ന് പറഞ്ഞ ഡൊമൈനിലുണ്ടാവും. സോ ദിസ് ബിലോങ്സ് ടു V. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ V ഇന്റർസെക്ഷൻ
എസ്സിലുണ്ടാവും. അത് തന്നെ വളരെ ഈസി ആയിട്ട് പറയാം. വി ഇൻ്റർസെക്ഷൻ എസ്സിലുണ്ടെന്ന് പറയാൻ കാരണം എന്താ, ഈ സൈയുടെ പ്രത്യേകത അനുസരിച്ച്, അല്ലെങ്കിൽ ഇഫ് യു ലുക്ക് ഇൻ ടു ദിസ് ഇൻവേഴ്സ് ഇമേജസ്, that is nothing but the definition of this set is set of all x1, x2, etc. xn plus 1 such that, okay, psi restricted to v of x1, etc. xn plus 1 which is equal to u1, etc. c, etc. un. Okay, ഇതാണ് ആക്ച്വലി ഈ സെറ്റ് സൈ ഇൻവേഴ്സ് ഓഫ് ഇതെന്ന് പറയുന്നത് ഇതാണ് ഈ സെറ്റ്. അപ്പോൾ ഇതിൻ്റെ സൈയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഇഫ് യു റൈറ്റ് ദ ഡെഫിനിഷൻ ഓഫ് സൈ, ഓർ ഇഫ് യു റൈറ്റ് ദിസ് സെറ്റ് ആസ് സെറ്റ് ഓഫ് ഓൾ x1, etc. xn plus 1 such that, what is the definition of psi? That is x1, x2, etc. The ith component is f of x1, etc. xn plus 1, etc. xn plus 1. This is in fact psi restricted to v, which should be equal to u1, etc. c, etc. un. അപ്പോൾ ഇവിടുന്ന് ഈ ക്വാണ്ടിറ്റി നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുന്നതാണ് എഫ് ഓഫ് x1, xn plus 1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എന്തായിരിക്കും, ഇതിൻ്റെ ith കമ്പോണൻറ്റ് c ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ x1, x2, xn plus 1 എല്ലാം എവിടുത്തെ മെമ്പർ ആയിരിക്കും, എസ്സിലെ മെമ്പർ ആയിരിക്കും. ഇനി ഈ സൈ റെസ്ട്രിക്റ്റഡ് ടു വി ഇൻവേഴ്സ് എന്ന് പറഞ്ഞ് വിയിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് വിയിലേയും കൂടെ മെമ്പർ ആയിരിക്കും. സോ ദിസ് ഇസ് ഇൻ ഫാക്ട് എ ഫംഗ്ഷൻ ഫ്രം യു ടു എസ് ഇൻ്റർസെക്ഷൻ വി, അല്ലെങ്കിൽ വി ഇൻ്റർസെക്ഷൻ എസ് എന്ന് പറയാൻ പറ്റും. അപ്പം ഇതാണ് നമ്മുടെ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ്. ഓക്കെ, so this is our parameterized n surface. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഈ പറയുന്ന പാരാമീറ്ററൈസേഷൻ റെഗുലർ ആണോ, ഇതിൻ്റെ ജാക്കോബിയൻ എഴുതി നോക്കുക. സോ അത് ഞാൻ എക്സസൈസ് ആയിട്ട് എഴുതുന്നുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം. അത് നിങ്ങൾ എക്സാമിന് എഴുതണമെന്നില്ല. സോ എക്സസൈസ് ആയിട്ട് എഴുതേണ്ടത് പ്രൂവ് ദാറ്റ് phi is a parameterized n surface. അതെങ്ങനെ പ്രൂവ് ചെയ്യുക, ചെക്ക് റെഗുലാരിറ്റി. ഓക്കെ, റെഗുലാരിറ്റി മാത്രം ചെക്ക് ചെയ്താൽ മതി. വെച്ചാൽ ഡി ഫൈ കണ്ടുപിടിച്ചിട്ട് ആ മാട്രിക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ ശ്രമിക്കുക. നോൺ സിംഗുലർ ആണ്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ നിങ്ങൾ ചെയ്ത് നോക്കിയപ്പോൾ അതേ കാര്യങ്ങൾ. ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് നോക്കുമ്പോൾ ഈ 14th ചാപ്റ്ററിൽ സെമിനാറിൽ നിങ്ങൾ ചെയ്ത് നോക്കിയ അതേ കാര്യങ്ങൾ, ജാക്കോബിയൻ മാട്രിക്സ് ചെയ്താൽ ഈ ഫൈയുടെ എന്നിട്ട് അത് നോൺ സിംഗുലർ ആണെന്ന് കാണിക്കുക. ഓക്കെ, അത് എക്സാമിന് കാണിക്കണമെന്നില്ല. യു ക്യാൻ റൈറ്റ് ദിസ് ഇസ് ദ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ്. അടുത്തൊരു റിമാർക്കാണ്. റിമാർക്കിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഓറിയൻറ്റേഷൻ, ഇതിൻ്റെ ടാൻജൻ സ്പേസ്, ഈ എൻ സർഫസുകളുടെ പാരാമീറ്ററൈസ്ഡ് എൻ സർഫസുകളുടെ ടാൻജൻ സ്പേസ് ഒക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് ഓറിയൻറ്റേഷൻ നൽകി നോർമൽ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, പാരാമീറ്ററൈസ്ഡ് നേരത്തെ തിയറം നമ്മൾ ഡിസ്കസ് ചെയ്ത തിയറത്തിൽ ഫൈ എന്ന് പറയുന്ന പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് ആണ്. അത് നമ്മൾ ഈ ഫിഗർ നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആവും നമുക്ക്. വി എന്ന് പറയുന്നത് എന്താണ്, സർഫസ് എന്താണ്, സർഫസ് ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എഫ് ഇൻവേഴ്സ് സി. അപ്പോൾ ആദ്യം നമ്മളൊരു വി എന്താണ് കണ്ടെത്തിയത് എന്നുള്ളതൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. ആ വിയിലേക്കുള്ള സർഫസിൻ്റെ ഭാഗത്തേക്കുള്ള പാരാമീറ്ററൈസ്ഡ് അല്ലെങ്കിൽ A1, B1, A2, B2 ഒക്കെ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തതെന്നും അതിൻ്റെ പാരാമീറ്ററൈസേഷൻ എന്താണ്, യുവിൽ നിന്ന് ഉള്ള ഫൈ എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇതിൽ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഫൈ എന്ന് പറയുന്നത് നേരത്തെ തീരത്തിൽ ഡിഫൈൻ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ പറയുന്ന പാരാമീറ്ററൈസ്ഡ് എൻ സർഫസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതിൻ്റെ നോർമൽ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ എൻ ഫൈ ക്യൂ എന്ന് പറയുന്നത് പാരാമീറ്ററൈസ്ഡ് എൻ സർഫസിൻ്റെ നോർമലാണ്. എൻ എസ് ഫൈ ഓഫ് ക്യൂ എന്ന് പറയുന്നത് ഫൈ ഓഫ് ക്യൂ എന്ന് പറഞ്ഞാൽ സർഫസിലെ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലാണ്. ഓക്കെ, അത് രണ്ടും എഗ്രി ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഓറിയൻറ്റേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് സെയിം ആവുന്നത്, എഗ്രി ചെയ്യാൻ വെച്ചാൽ രണ്ടും സെയിം ആവുന്ന തരത്തിൽ. ഓക്കെ, യഥാർത്ഥത്തിൽ അങ്ങനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത് നോർമൽ ആവാനുള്ള കാരണം എന്താണെങ്കിൽ ഇമേജ് ഡി ഫൈ ക്യൂ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സബ്സെറ്റ് ഓഫ് എസ് ഫൈ ഓഫ് ക്യൂ ആയിരിക്കും. അത് നമ്മൾ ഓൾറെഡി ചിലപ്പോൾ പാരാമീറ്ററൈസേഷനിൽ ഡിസ്കസ് ചെയ്ത് കാണും. ഇമേജ് ഡി ഫൈ ക്യൂ ഇസ് ഓൾവേസ് കണ്ടെയ്ൻഡ് ഇൻ എസ് ഫൈ ഓഫ് ക്യൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതായത് ടാൻജൻ സ്പേസ് ആണ്. ഡി ഫൈ ക്യൂവിനെയാണ് ഇമേജ് ഡി ഫൈ ക്യൂ, ഡി ഫൈ ക്യൂവിൻ്റെ എന്താ പറയുക, ഇമേജസിനെയാണ് നമ്മൾ ടാൻജൻ സ്പേസിലെ മെമ്പേഴ്സായിട്ട് അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത് പാരാമീറ്ററൈസ്ഡ് എൻ സർഫസിൽ. ഫോർ ഓൾ ക്യൂ ബിലോങ്സ് ടു യു. സോ ഫൈ ഇസ് കണ്ടെയ്ൻഡ് ഇൻ, അല്ലെങ്കിൽ ഇമേജ് ഫൈ ഇസ് കണ്ടെയ്ൻഡ് ഇൻ എസ് ആണ്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്കിത് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇമേജ് ഫൈ കണ്ടെയ്ൻഡ് ഇൻ എസ് ആയതുകൊണ്ട് തന്നെ ഡി ഫൈ ക്യൂ കണ്ടെയ്ൻഡ് ഇൻ എസ് ഫൈ ക്യൂ എന്ന് പറയാൻ പറ്റും. സോ എൻ എസ് ഫൈ ഓഫ് ക്യൂ ഇസ് പെർപെൻഡിക്കുലർ ടു ഇമേജ് ഡി ഫൈ ക്യൂ ഫോർ ഓൾ ക്യൂ പറയാം. Moreover, the function g from u2 are defined by g of q determinant of e1, e2. ഇത് നമ്മൾ കോർഡിനേറ്റ് ഓൾറെഡി ക്രിസ്റ്റിൻ്റെ സെമിനാറിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും, കോർഡിനേറ്റ് വെക്ടർ ഫീൽഡ്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ ജി ഓഫ് ക്യൂ എന്ന് പറയുന്നത് ദിസ് e1 ഓഫ് ക്യൂ, e2 ഓഫ് ക്യൂ എക്സെട്ര എൻ എസ് ഫൈ ഓഫ് ക്യൂ എന്ന് വെച്ചാൽ ഈ ഫൈ ഓഫ് ക്യൂവിൻ്റെ
എൻ എസ് നോർമലിൻ്റെ കമ്പോണൻസ് വെച്ചിട്ടുള്ള ഒരു ഡിറ്റർമിനൻറ്റ് ഡിഫൈൻ ചെയ്തു. പിന്നെ കോർഡിനേറ്റ് വെക്ടർ ഫീൽഡ് ഉപയോഗിച്ചു. ഓക്കെ, ഇത് എല്ലായ്പ്പോഴും എന്തായിരിക്കും, ഒരു നോൺ സീറോ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിറ്റർമിനൻ്റ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് ഓൾവേസ് നോൺ സീറോ continuous and non-zero everywhere, is continuous and non-zero everywhere. ഇങ്ങനത്തെ ഈ ഡിറ്റർമിനൻ്റ് എല്ലായ്പ്പോഴും നോൺ സീറോ കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഇനി യു എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ജി ഈസ് ഐദർ പോസിറ്റീവ് എവരിവെയർ ഓർ നെഗറ്റീവ് എവരിവെയർ. കാരണം നമുക്കറിയാം ഇത് നോൺ സീറോ ആയതുകൊണ്ട് ഇനി ഒരു കണക്റ്റഡ് നമ്മൾ ഓപ്പൺ സെറ്റിൽ എടുത്തിരിക്കുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന സെറ്റ് യു എന്ന് പറയുന്നത് ഒരു ഓപ്പൺ റെക്റ്റാങ്കിളാണ്. ആ റെക്റ്റാങ്കിൾ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ജിക്ക് ഒരേ സമയം ഒന്നിനെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവാനേ പറ്റുള്ളൂ. ഒരേ സമയം പോസിറ്റീവ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഈ ജി അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ സീറോ ആവേണ്ടി വരും. ആ സീറോ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പറഞ്ഞ ജി ഓഫ് ക്യൂവിൻ്റെ ഡിറ്റർമിനൻ്റ് എന്നുള്ളത് സീറോ ആയി പോകും. ഇതൊരിക്കലും സീറോ ആവില്ല, കാരണം E1 E2 എന്നെല്ലാം ഓർത്തോഗണലാണ്. പിന്നെ എൻ എസ് അതിന് ഓർത്തോഗണലായിട്ടില്ല, എല്ലാത്തിനും ഓർത്തോഗണായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം ഓർത്തോഗണൽ ആയതുകൊണ്ട് തന്നെ ഇത് ഡിറ്റർമിനൻ്റ് ഒരിക്കലും സീറോ ആവില്ല. അപ്പോൾ ജി എന്ന് പറയുന്ന അല്ലെങ്കിൽ യു എന്ന് പറയുന്നത് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഒന്നല്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ജി ഓഫ് ക്യൂ ഗ്രേറ്റർ ദാൻ സീറോ ഫോർ ഓൾ ക്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യും, ഈ പറയുന്ന N5 എന്ന് പറയുന്നത് എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്യും, എൻ എസ് സർഫസിലെ എൻ എസ് കോമ്പോസിഷൻ ഫൈ അല്ലെങ്കിൽ എൻ ഓഫ് ഫൈ ഓഫ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഇനി ആ സമയം ഇത് ജി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെങ്കിൽ, തിരിച്ചാണെങ്കിൽ ഇതിനെ നെഗറ്റീവ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യും. എൻ എസിൻ്റെ നെഗറ്റീവ് ഓഫ് ദിസ് നോർമൽ വെക്ടർ ഫീൽഡ് എങ്ങനെയാണെങ്കിൽ ജി ഓഫ് ക്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ, ഒരേ സമയം ലെസ് ദാൻ സീറോ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും, രണ്ടും ഒരേ സമയം അറ്റൈൻ ചെയ്യില്ല. ഓക്കെ, സോ ഇഫ് യു റീപ്ലേസ് ദ പാരാമീറ്ററൈസ്ഡ് ക്വാണ്ടിറ്റി, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ജിയുടെ പ്രോപ്പർട്ടി നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മൾ പാരാമീറ്ററൈസ്ഡ് ആൻഡ് സർഫസിൻ്റെ നോർമലും പിന്നെ നമ്മുടെ സർഫസിൻ്റെ നോർമലും തമ്മിൽ എഗ്രി ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ കേസിൽ ഇത് എഗ്രി ചെയ്യുന്നില്ലല്ലോ, നെഗറ്റീവ് അല്ലേ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആ കറസ്പോണ്ടിങ് യു നമ്മൾ നേരത്തെ ചൂസ് ചെയ്തില്ലായിരുന്നു. യു എന്ന് പറയുന്നത് U1 എക്സെട്ര സെറ്റ് U1 എക്സെട്ര U1 U2 U3 എക്സെട്ര UN എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്ത ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു യു ടിൽഡ വെച്ച് റീപ്ലേസ് ചെയ്യും. ആ യു ടിൽഡയിൽ എന്താ വരുന്നത്, യു ടിൽഡയിൽ വരുന്നത് ഇതിൻ്റെ രണ്ട് കമ്പോണൻസ് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി, U2 U1, ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എഴുതാം, U3 എക്സെട്ര UN. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സംഭവിക്കുന്നതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ എന്തായിക്കോളും, പോസിറ്റീവ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത യുവിലെ കമ്പോണൻസ് ഒരെണ്ണം മാത്രം ഇൻ്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ നെഗറ്റീവ് സൈൻ നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞ കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവിന് പകരം പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ നമുക്കിത് ഈ എഗ്രി ചെയ്യുന്ന വിധത്തിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് തരത്തിലുണ്ടാവുള്ളൂ, അതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ നമുക്ക് ഇതിനെ യു പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്തു. അപ്പോൾ എനിക്ക് വേണം അങ്ങനെ ചെയ്യുന്ന യുവിനെ നമ്മൾ യു ടിൽഡാന്ന് വിളിച്ചിട്ട് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ നോർമൽ കോയിൻസൈഡ് ചെയ്യുന്ന തരത്തിൽ തന്നെ നമുക്ക് പാരാമീറ്ററൈസ്ഡ് ആൻഡ് സർഫസ് എന്ന് പറയാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ലോക്കൽ പാരാമീറ്ററൈസേഷൻ. ഇങ്ങനെ ഓറിയൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരേപോലത്തെ ഓറിയൻറ്റേഷൻ ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ. ഒരു സർഫസിൻ്റെ പാരാമീറ്ററൈസേഷൻ ആണെന്ന് പറയണമെങ്കിൽ അത് ഓറിയൻറ്റേഷനും കൂടെ ഇതേപോലെ പ്രോപ്പറായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം ലോക്കൽ പാരാമീറ്ററൈസേഷൻ ഓഫ് എസ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലോക്കൽ പാരാമീറ്ററൈസേഷൻ അല്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഈ പറയുന്ന നമ്മൾ ലോക്കൽ പാരാമീറ്ററൈസ്ഡ് സർഫസുകളെല്ലാം നമ്മൾ ചാപ്റ്റർ 14 ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, ടോറസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അതിൻ്റെയൊക്കെ ഇവിടുത്തെ ഡിസ്കഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതൊക്കെ എക്സാമ്പിൾ 1, 2 എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്ത് നോക്കണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തിയറം 2 ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.